HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ശില്പ, അനോന സിദ്ധു, നേഹ സനിൽകുമാർ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർഗസ്ഥനായി. കുടില ലക്ഷ്യം തിരിച്ചറിയണം. അമീബിക് മസ്തിഷ്കജ്വരം, ഈ വർഷം മരിച്ചത് 4 പേർ. ബഹിരാകാശ നിലയത്തിലെ ആദ്യ ഇന്ത്യക്കാരനാവാൻ ശുഭാംശു. വലിയ ഇടയന്റെ മടക്കം ഇന്ത്യൻ മണ്ണിലെത്താതെ. വ്യോമാതിർത്തി അടച്ച് പാകിസ്ഥാൻ. സിവിൽ സർവീസ് ഫലം, ആദ്യ 100-ൽ 6 മലയാളികൾ. സുരക്ഷാ വീഴ്ച സമ്മതിച്ച് കേന്ദ്രം. വിസ വിലക്ക് സമ്പൂർണം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർഗസ്ഥനായി. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും കാരുണ്യത്തിന്റെ പ്രകാശഗോപുരവുമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയിൽ ലയിച്ചു. 12 വർഷം കത്തോലിക്ക സഭയെ നയിച്ച മാർപ്പാപ്പയ്ക്ക് 88 വയസ്സായിരുന്നു. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 11:05 ഔദ്യോഗിക വസതിയായ വത്തിക്കാനിലെ കാസ സാന്റ് മാർത്തയിലായിരുന്നു അന്ത്യം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:15 വിയോഗവാർത്ത വത്തിക്കാൻ പുറം ലോകത്തെ അറിയിച്ചു. ഗുരുതര ന്യൂമോണിയ ബാധയോട് പൊരുതിയ അദ്ദേഹം ഒരു മാസത്തിലേറെ നീണ്ട ആശുപത്രി വാസത്തിനു ശേഷം സുഖം പ്രാപിച്ചു വരികയായിരുന്നു. ഞായറാഴ്ച ഈസ്റ്റർ ദിവ്യബലിക്കു ശേഷം സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ തന്റെ പ്രത്യേക വാഹനത്തിലെത്തി വിശ്വാസികളെ ആശീർവദിച്ചു. ചടങ്ങിന്റെ അവസാനം നൽകാറുള്ള അനുഗ്രഹ സന്ദേശവും നൽകി. ക്രിസ്തുദേവന്റെ സ്നേഹ സന്ദേശം ജീവിത സന്ദേശമാക്കിയ മഹാപുരുഷനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. കേവലം ഒരു മതാചാര്യനായി പ്രവർത്തിക്കുന്നതിലുപരി ആ മതദർശനത്തെ പ്രായോഗിക രൂപമാക്കുന്നതിലാണ് അദ്ദേഹത്തിന്റെ മഹിമ കുടികൊള്ളുന്നത്. സ്നേഹത്തിന്റെ ഈശ്വര സ്വരൂപമാണ് യേശു ക്രിസ്തു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, അതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നരുളി സ്നേഹത്തിൻ്റെതായ സ്വർഗരാജ്യം സ്ഥാപിക്കാനാണ് ക്രിസ്തുദേവൻ ശ്രമിച്ചത്. മാർപ്പാപ്പയെ യേശു ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായാണ് ലോകം നമിക്കുന്നത്. കുടില ലക്ഷ്യം തിരിച്ചറിയണം. സമാധാനത്തിന്റെ പുലരികളിലേക്ക് ഉണർന്നു തുടങ്ങിയ കശ്മീരിൽ നിന്ന് വീണ്ടും ചോരയുടെയും കണ്ണീരിന്റെയും വാർത്തകൾ കേൾക്കേണ്ടി വന്നതിന്റെ നടുക്കത്തിലാണ് രാജ്യം. സന്തോഷവും സമാധാനവും തേടി ആട്ടിടയന്മാരുടെ താഴ്വാര അഥവാ പഹൽഗാമിലേക്ക് എത്തിയ നിരപരാധികളാണ് കണ്ണിച്ചോരയില്ലാത്ത ക്രൂരകൃത്യന്മാരായത്. സമാധാനം പുലർത്തുന്ന കശ്മീർ പലരുടെയും സ്വാസ്ഥ്യം കെടുത്തുന്നുണ്ട്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നിശ്ചിതത്വത്തിന്റെ ഇരകളാവാൻ വിധിക്കപ്പെട്ടവരാണ് കശ്മീർ ജനത. കശ്മീർ വികാരം ആളിക്കത്തിച്ചാണ് അവിടുത്തെ ഭരണാധികാരികളിൽ പലരും ആടിയുലയുന്ന കസേര ഉറപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണ് കശ്മീർ എന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടുക്കാൻ പറ്റാത്ത വിധം വ്യത്യസ്തരാണെന്നുമുള്ള പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ ഇതിനകം കുപ്രസിദ്ധമായ പരാമർശമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രചോദനമായതെന്നുമാണ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് ഭീകരാക്രമണം നടന്നതെന്നും ശ്രദ്ധേയമാണ്. അമീബിക് മസ്തിഷ്കജ്വരം, ഈ വർഷം മരിച്ചത് 4 പേർ. സംസ്ഥാനത്ത് ഈ വർഷം അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചത് 4 പേർ. ഇതിൽ 3 മരണവും കോഴിക്കോട് ജില്ലയിൽ. തിരുവനന്തപുരത്ത് ഒരാളും മരിച്ചു. ഇതുവരെ 13 പേർക്ക് രോഗം ബാധിച്ചു. രോഗബാധിതരിൽ 7 പേരും മലപ്പുറം ജില്ലയിലാണ് ഉള്ളതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ബഹിരാകാശ നിലയത്തിലെ ആദ്യ ഇന്ത്യക്കാരനാവാൻ ശുഭാംശു. ഗഗൻയാൻ യാത്രികൻ ശുഭാംശു ശുക്ല അടുത്ത മാസം പരിശീലനാർത്ഥം ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കും. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ 14 ദിവസം തങ്ങും. നാസയുടെ പിന്തുണയോടെ ആക്സിയോം 4 ദൗത്യത്തിലാണ് യാത്ര.
തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണെങ്കിലും രാജ്യാന്തര ബഹിരാകാശത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയാണ് ശുഭാംശു ശുക്ലയെ കാത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ മനുഷ്യ ദൗത്യമായ ഗഗൻയാനു വേണ്ടി പരിശീലനം പൂർത്തിയാക്കാൻ അമേരിക്കയുമായി ധാരണയിലെത്തിയിരുന്നു. അതുപ്രകാരമാണ് ഈ യാത്ര. വലിയ ഇടയന്റെ മടക്കം ഇന്ത്യൻ മണ്ണിലെത്താതെ. മഹാമാരിയുടെ കാലത്ത് ഇന്ത്യൻ ജനതയെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു. 2020 ഭാരത കത്തോലിക്ക സഭ CBCI അധ്യക്ഷൻ കർദിനാൾ അയച്ച സന്ദേശത്തിൽ ഇങ്ങനെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ കുറിച്ചത്. ഇന്ത്യയിലേക്ക് വരാൻ പലപ്പോഴായി അദ്ദേഹം താൽപ്പര്യമർപ്പിച്ചു. ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ വത്തിക്കാൻ സന്ദർശിച്ചപ്പോഴും അദ്ദേഹം ഈ ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ പല കാരണങ്ങളാൽ അത് യാഥാർത്ഥ്യമായില്ല. ഒടുവിൽ ഇന്ത്യൻ മണ്ണ് സന്ദർശിക്കാതെ അദ്ദേഹം വിട ചൊല്ലി. 2017 നവംബർ ഡിസംബർ മാസങ്ങളിൽ പാപ്പ മ്യാൻമാറിലും ബംഗ്ലാദേശിലും ഒരാഴ്ച പര്യടനം നടത്തിയിരുന്നു. റോമിലേക്ക് മടങ്ങുമ്പോൾ പ്രത്യേക പേപ്പൽ വിമാനത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇന്ത്യയിലെ വിശ്വാസികളെ കാണാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിരുന്നു. 2014 ഭാരത കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിരുന്ന കർദിനാൾ കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് ഇന്ത്യ സന്ദർശിക്കാൻ പാപ്പയെ ക്ഷണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. 2021 ജനുവരിയിലും കർദിനാൾമാർ പ്രധാനമന്ത്രിക്ക് മുൻപിൽ ഇതേ ആവശ്യം ഉന്നയിച്ചപ്പോൾ സഭയുടെ ആഗ്രഹം തൻ്റെ മനസ്സിലുണ്ടെന്ന് പ്രധാനമന്ത്രിയും വ്യക്തമാക്കി. തുടർന്ന് അതേ വർഷമാണ് പ്രധാനമന്ത്രി പാപ്പയെ ഇന്ത്യയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചത്. കേരളം, മുംബൈ, കൊൽക്കത്ത എന്നിവയൊപ്പം മേഘാലയ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഒരാഴ്ചത്തെ സന്ദർശനം എന്ന രീതിയിലായിരുന്നു ഇതിന് ഒരുക്കം തുടങ്ങിയത്. 2024 റോമൻ ഉച്ചകോടിയിൽ പങ്കെടുത്തപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ ആരോഗ്യ കാരണങ്ങളാൽ സന്ദർശനം നീണ്ടുപോയി. കാലം ചെയ്ത ജോൺ പോൾ രണ്ടാമനാണ് ഒടുവിൽ കേരളം സന്ദർശിച്ച പാപ്പ. വ്യോമാതിർത്തി അടച്ച് പാകിസ്ഥാൻ. ഇന്ത്യൻ വിമാനങ്ങൾ തങ്ങളുടെ വ്യോമമേഖലയിൽ പ്രവേശിക്കുന്നത് പാകിസ്ഥാൻ തടഞ്ഞു. സിന്ധു നദീജലം തടഞ്ഞാൽ യുദ്ധമായി കണക്കാക്കുമെന്നാണ് ഇന്ത്യൻ നദീജല കരാർ മരവിപ്പിച്ച നടപടിയോടുള്ള പ്രതികരണമായി പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. സിവിൽ സർവീസ് ഫലം. ആദ്യ 100-ൽ 6 മലയാളികൾ. 2024 സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ റാങ്കുകളിലടക്കം പെൺതിളക്കം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് സ്വദേശി ശക്തി ദുബൈക്കാണ് 1-ാം റാങ്ക്. ഗുജറാത്തിലെ ബറോഡ സ്വദേശി ഹർഷിത ഗോയൽ 2-ഉം പൂനെ സ്വദേശി ഡോഗ്രെ അർച്ചിത് പരാഗ് 3-ഉം റാങ്ക് നേടി. ആദ്യ 100-ൽ റാങ്കിൽ 6 മലയാളികളുണ്ട്. പ്രസവിച്ച 17-ാം ദിവസം എഴുതിയ സിവിൽ സർവീസ് മെയിൻ പരീക്ഷയിൽ 45-ാം റാങ്ക് നേടി തിരുവല്ല സ്വദേശി മാളവിക ജി നായർ. 2024 സെപ്റ്റംബർ 3-നാണ് മകൻ ആദിത്യേഷ് ജനിച്ചത്. മെയിൻ പരീക്ഷ സെപ്റ്റംബർ 20-നായിരുന്നു. മകന് 4 മാസം പ്രായമുള്ളപ്പോഴായിരുന്നു ഡൽഹിയിൽ ഇന്റർവ്യൂ. പരാജയങ്ങളിൽ പതറിയില്ല. ആൽഫ്രഡിനിത് സ്വപ്ന സാഫല്യം. 4 തവണ പരാജയപ്പെട്ട സിവിൽ സർവീസ് സ്വപ്നമാണ് 5-ാം ശ്രമത്തിൽ ആൽഫ്രഡ് തോമസ് സ്വന്തമാക്കിയത്. 33-ാം റാങ്കോടെയാണ് പാലാ സ്വദേശി ആൽഫ്രഡിന്റെ നേട്ടം. 4-ാം ശ്രമത്തിൽ മിന്നും വിജയവുമായി റീനു. പത്തനാപുരം സ്വദേശിയായ റീനു അന്ന മാത്യു 4-ാം ശ്രമത്തിൽ സ്വന്തമാക്കിയത് 81-ാം റാങ്ക്. ആദ്യ ശ്രമത്തിൽ പ്രിലിംസ് കടക്കാൻ കഴിഞ്ഞില്ല. 2-ാം ശ്രമത്തിൽ പ്രിലിംസ് ജയിച്ചെങ്കിലും മെയിൻസ് നഷ്ടമായി. 3-ാം ശ്രമത്തിൽ വീണ്ടും പ്രിലിംസിൽ തട്ടി വീണു. ഒടുവിൽ സോഷ്യോളജി ഐച്ഛിക വിഷയമായി സ്വീകരിച്ച 4-ാം ശ്രമത്തിൽ വിജയം കയ്യെത്തിപ്പിടിച്ചു. സുരക്ഷാ വീഴ്ച സമ്മതിച്ച് കേന്ദ്രം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെടാനിടയായ ഭീകരാക്രമണത്തിന് വഴിവെച്ചത് സുരക്ഷാ വീഴ്ചയാണെന്ന് സമ്മതിച്ച് കേന്ദ്ര സർക്കാർ. സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഗുരുതര പിഴവുകൾ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് വീഴ്ച സമ്മതിച്ചത്. കശ്മീരിൽ സ്ഥിതിഗതികൾ ശാന്തമായിരുന്നുവെന്നും ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നില്ലെന്നും കേന്ദ്രമന്ത്രിമാർ പ്രതികരിച്ചു. ബീഹാറിൽ പഹൽഗാമിന്റെ പേരിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല. വിസ വിലക്ക് സമ്പൂർണം. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാത്തരം വിസ സേവനങ്ങളും ഇന്ത്യ സസ്പെൻഡ് ചെയ്തു.
പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിദ്യാർത്ഥി വിസയിലും മെഡിക്കൽ വിസയിലും എത്തിയവർ ഉൾപ്പെടെ മടങ്ങണം. പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർഗസ്ഥനായി. കുടില ലക്ഷ്യം തിരിച്ചറിയണം. അമീബിക് മസ്തിഷ്ക ജ്വരം ഈ വർഷം മരിച്ചത് 4 പേർ. ബഹിരാകാശ നിലയത്തിലെ ആദ്യ ഇന്ത്യക്കാരനാവാൻ ശുഭാംശു. വലിയ ഇടയന്റെ മടക്കം ഇന്ത്യൻ മണ്ണിലെത്താതെ. വ്യോമാതിർത്തി അടച്ച് പാകിസ്ഥാൻ. സിവിൽ സർവീസ് ഫലം ആദ്യ 100-ൽ 6 മലയാളികൾ. സുരക്ഷാ വീഴ്ച സമ്മതിച്ച് കേന്ദ്രം. വിസ വിലക്ക് സമ്പൂർണം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. സദസനിത പനിത മഗ മഗരിസ. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 8Bയിൽ പഠിക്കുന്ന ആൽഫിയ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ട്രംപ് ഭരണകൂടം പുറത്താക്കിയ ഇന്ത്യൻ വംശജിയായ നാസ ഡൈവേഴ്സിറ്റി മേധാവി ആര്? ഉത്തരം നീല രാജേന്ദ്രൻ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഗഗൻയാൻ യാത്രികൻ ശുഭാംശു ശുക്ല പരിശീലനാർത്ഥം ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്ന ദൗത്യത്തിന്റെ പേര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ. സദസനിത പനിത മഗ മഗരിസ.